ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല തനി നാടൻ രീതിയിൽ ഒരു ചക്ക വേവിച്ചത് ആയാലോ. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ചക്ക വേവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നമ്മുടെ കൊല്ലം സ്റ്റൈലിലെ ചക്ക വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേ ചക്കയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കയെല്ലാം വൃത്തിയാക്കിയെടുത്ത് കുരുവെല്ലാം മാറ്റി ചക്കയുടെ ചുള മാത്രമായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കൊരു മൺപാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മൺകലത്തിലൊക്കെ ചക്ക വേവിക്കുന്നതാണ് തനി നാടനായിട്ട് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചക്ക എല്ലാം അരിഞ്ഞ് ഇട്ടിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് ചക്കയ്ക്ക് 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ ചക്കയിൽ അങ്ങനെ ജലാംശമൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇനി ആ വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിങ്ങനെ വെറുതെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ ഇളക്കുന്നതൊന്നുമില്ല. ഇനി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേയായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അധികം അങ്ങ് തീ കൂട്ടിയിടരുത്, ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. 1 മുറി തേങ്ങയും അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകവും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അധികം അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത് നമ്മളൊക്കെ. ഇപ്പം അമ്മിക്കല്ലൊന്നും എല്ലാ വീടുകളിലൊന്നും ഇല്ലല്ലോ, അപ്പം മിക്സിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അത് നമ്മുടെ ഈ ചക്കയുടെ മുകളിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ചക്കയ്ക്ക് ഒന്ന് ആവി കയറി നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ചക്കതേ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ ആ ഒരു കോല് വെച്ചാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാർ ഇതിന് വേണ്ടി ഒരു പ്രത്യേകം തുടുപ്പ് എന്ന് പറയും, ഒരു തടിയുടെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു മടലിൻ്റെ കഷ്ണമൊക്കെ ആയിരിക്കാം, അതൊക്കെ ഇങ്ങനെ വെട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ ചപ്പാത്തിയുടെ ഈ ഒരു കോല് വെച്ചാണ് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ആ വെന്ത ചക്ക നന്നായി ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുത്ത് ഇതുപോലൊരു കുഴഞ്ഞ പരുവത്തിലങ്ങ് ആക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക വേവിച്ചതാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് ഒരു ഇഷ്ട ഭക്ഷണമായിരുന്നു കേട്ടോ ഈ ചക്ക വേവിച്ചതും മത്തി മുളകിട്ടതും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.